സമസ്ത നിലപാട് കടുപ്പിച്ചതോടെ സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായി സർക്കാർ. സമസ്തയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സമുദായങ്ങളുടെ വോട്ടുകൂടി നേടിയാണ് സർക്കാർ അധികാരത്തിലെത്തിയതെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു. ചർച്ചയ്ക്ക് തയ്യാറായ നിലപാടിനെ സമസ്ത സ്വാഗതം ചെയ്തു. സ്കൂൾ സമയമാറ്റത്തിൽ ആരുമായും ചർച്ചയ്ക്കില്ലെന്ന നിലപാട് വിദ്യാഭ്യാസ മന്ത്രി എടുത്തതോടെ സമസ്ത നിലപാട് കടുപ്പിച്ചിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോടുള്ള അതൃപ്തി തുറന്നു പറഞ്ഞു. സമുദായങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെയല്ലേ ഇവിടെ മന്ത്രിസഭ എന്നൊക്കെ പറയണത്, ഭരണം എന്നൊക്കെ പറഞ്ഞത് സമുദായങ്ങളല്ലേ വോട്ടും ചെയ്യണത്. അതൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചൂടെ? വലിയ സമൂഹമല്ലേ. ഇതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി നിലപാട് മാറ്റി. സമയം അറിയിച്ചാൽ മതി, ചർച്ചയ്ക്ക് റെഡിയെന്നായി. ഞാൻ പറഞ്ഞത് കോടതിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അധികാരപരമായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. സമസ്തയ്ക്കോ ഏത് സംഘടനയ്ക്കോ ചർച്ച നടത്തുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണ്. ഏത് സമയം വേണമെന്ന് അവർ പറഞ്ഞാൽ മാത്രം മതി. വിദ്യാഭ്യാസ മന്ത്രിയുടെ പുതിയ സമീപനത്തെ സമസ്ത സ്വാഗതം ചെയ്തു. അതൊരു മാന്യമായ സമീപനാണ്. അദ്ദേഹം ചർച്ചയ്ക്ക് സമയം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞത് സ്വാഗതം ചെയ്യണം. ചർച്ചയിലെ തീരുമാനമനുസരിച്ചായിരിക്കും തുടർ പ്രക്ഷോഭങ്ങളെന്നും ജിഫ്രി തങ്ങൾ കൂട്ടിച്ചേർത്തു. ചർച്ച വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചന. സമസ്ത വിഭാഗം കൂടി ചർച്ച ആവശ്യപ്പെട്ടിരുന്നതിനാൽ അവരെയും ചർച്ചയ്ക്ക് വിളിച്ചേക്കും. ചർച്ചയ്ക്ക് പോലും തയ്യാറല്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടാണ് സമസ്തയടക്കം സംഘടനകളെ ചൊടിപ്പിച്ചത്. ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായതോടെ ആ കാർക്കശ്യം സംഘടനകളും വിട്ടിട്ടുണ്ട്. ഇനി ചർച്ചയുടെ ഫലമനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ. ഷബീർ കല്ലിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.